മാട്രിക്സിന്റെ ക്യാരക്ടറൈസേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ ഒരു ടേമാണ് പരിചയപ്പെടുത്തുന്നത്. ഡിറ്റർമിനന്റ് ഏതൊരു മാട്രിക്സിനെയും നമുക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്ന ആ സ്കേലാർ ക്വാണ്ടിറ്റി അതാണ് ആ ഡിറ്റർമിനന്റ് വാല്യൂ. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എ എന്ന് പറഞ്ഞ ഒരു മാട്രിക്സ്, ഒരു 2x2 മാട്രിക്സ് ഉണ്ട്. 2 1 0 3 ആണ് വാല്യൂ എങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് 2 1 0 3 ചെയ്യുന്നത് 2 into 3 minus 1 into 0. ഡയഗണൽ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യാം, നെക്സ്റ്റ് ഡയഗണലിനെ സബ്സ്ട്രാക്ട് ചെയ്യാം. മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് പറയുന്നത്. ഡിറ്റർമിനന്റ് ഓഫ് 2 1 0 3 എന്ന് പറയുന്നത് അതിൽ വരുന്ന ഡയഗണൽ എലിമെന്റ്സ് തമ്മിലുള്ള വ്യത്യാസമായിട്ട് എടുക്കും. ഇവിടെ ആദ്യത്തെ ഡയഗണൽ എലിമെന്റ് 2 into 3, രണ്ടാമത്തെ ഡയഗണൽ എലിമെന്റ് 1 into 0. അപ്പൊ അവിടെ വരുന്ന അതിന്റെ സൈൻ എങ്ങനെയാണ് കൂടുതൽ എലിമെന്റ്സ് ഉണ്ടെങ്കിൽ, കൂടുതൽ റോസ് ഉണ്ടെങ്കിൽ, കൂടുതൽ കോളംസ് ഉണ്ടെങ്കിൽ ചെയ്യുക എന്നുള്ളതിന് മറ്റൊരു എക്സാമ്പിൾ കൂടി കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത് പറഞ്ഞു വന്നത് മുഴുവനാക്കാം. 2 into 3 minus 1 into 0, 6 minus 0, വാല്യൂ 6 എന്ന് വെച്ചാൽ ഈ ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഒരു മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എഴുതാൻ പോകുന്നു. ആ വാല്യൂ 6 ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ 1 2 3 4 5 6 7 8 9 ആണ് എ എങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ആദ്യത്തെ റോ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഏത് റോ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ റോ ആണ് കൺസിഡർ ചെയ്യുമെങ്കിൽ 1 2 3 ആണ് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ കാണാം? 1 into ആദ്യത്തെ എലിമെന്റ് ഇൻറ്റു ആദ്യത്തെ എലിമെന്റ് എന്താ? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് ആണ്. അപ്പൊ അത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A1 1 ആണ്. അതിന്റെ സഫിക്സ് എടുത്തു കഴിഞ്ഞാൽ 1 into -1 raised to 1 plus 1. ഏത് പൊസിഷൻ എന്നുള്ളതാണ് ഇവിടെ പവർ ആയിട്ട് ഡിഗ്രി ആയിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ മൈനസ് ആണോ പ്ലസ് ആണോ ഐഡന്റിഫൈ ചെയ്യാണ്. 1 into -1 raised to 1 plus 1. ആദ്യത്തെ എലിമെന്റ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലിമെന്റ് ആണ്. A1 1 ആണ്. A1 1 ആണ് ഈ എലിമെന്റ് എന്നുള്ളത് കൊണ്ട് ഈ 1 plus 1 ആണ് ഇവിടെ ഡിഗ്രി എഴുതിയിട്ടുള്ളത്. ഇൻടു ബാക്കി വരുന്നത് എന്താ? ഇതങ്ങ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 1 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 5 6 8 9 ആണ്. 5 6 8 9 ആണ്. അതേപോലെ രണ്ടാമത്തെ എലിമെന്റ് ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലിമെന്റ് 2 into അതിന്റെ സൈൻ അറിയാൻ വേണ്ടിയിട്ട് 2 ഏത് പൊസിഷൻ ആണ്? 2 എന്ന് പറയുന്നത് A1 2 ആണ്. 1 ഉം 2 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലിമെന്റ് ആണ്. അപ്പം ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലിമെന്റ് 1 2 എന്ന് പറഞ്ഞു. A1 2 എന്ന് പറഞ്ഞു. ആ 1 2 ആണ് ഇവിടെ എന്ത് പറയുന്നത്? 2 into -1 raised to 1 2. ആ ഗ്രീൻ കളർ കൊണ്ട് ഞാൻ സർക്കിൾ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ എലിമെന്റ് 3 എന്നുള്ളത് ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലിമെന്റ് A1 3 ആണ്. A1 3 ആയതുകൊണ്ട് 3 into -1 raised to 1 plus 3 into ബാക്കി വരുന്ന എലിമെന്റ്സ് 3 ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ 4 5 7 8 4 5 7 8 അതിന്റെ ഡിറ്റർമിനന്റ് കാണാം. രണ്ടെണ്ണം ആക്കി കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ഡയഗണൽ എലിമെന്റ്സ് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. ആ ഡയഗണൽ എലിമെന്റ്സ് തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ട് അതിന്റെ സൈൻ കാണാനായിട്ട് -1 raised to ഏത് പൊസിഷൻ ആണോ ആ പൊസിഷന്റെ റോയിന്റെയും കോളത്തിന്റെയും കൂടി ആ പൊസിഷൻ വാല്യൂസ് ആഡ് ചെയ്യുക I+J ഇൻടു ഏത് റോ ബേസ് ചെയ്തിട്ടാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എലിമെന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ഒന്നും കൂടി നോക്കാം. 1 2 3 പറഞ്ഞിട്ടുള്ള 3/3 മാട്രിക്സിന്റെ സ്ക്വയർ മാട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ അപ്പൊ സ്ക്വയർ മാട്രിക്സ്. ആ സ്ക്വയർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എങ്ങനെ കാണണം? ആദ്യത്തെ റോ ഉപയോഗിച്ച് കാണുകയാണെങ്കിൽ 1 into
-1 റേസ് ടു അതിന്റെ പൊസിഷനിൽ വരുന്ന i പ്ലസ് ജെ 1 പ്ലസ് 1 ഇൻടു ബാക്കി വരുന്ന 1 ഒഴികെയുള്ള വാല്യൂ ഒന്നാമത്തെ റോയും ഒന്നാമത്തെ കോളം ഡിലീറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ 5 6 8 9 അതിന്റെ ഡിറ്റർമിനന്റ് പ്ലസ് രണ്ടാമത്തെ വാല്യൂ 2 വരുന്നത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ആണ്. അപ്പൊ 1 2 ആണ്. 1 2 -1 റേസ് ടു 1 പ്ലസ് 2 ഇൻടു ഡിറ്റർമിനന്റ് ഓഫ് 2 ആണ്. 2 ഒഴിവാക്കിയിട്ടുള്ള വാല്യൂസ്. ഈ 2 വരുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 4 6 7 9 4 6 7 9 പ്ലസ് 3 ഇൻടു മൂന്നാമത്തെ വാല്യൂ ഫസ്റ്റ് റോയിൽ 3 ഇൻടു -1 റേസ് ടു 3 വരുന്നത് ഫസ്റ്റ് റോയില് മൂന്നാമത്തെ കോളത്തിലാണ്. അപ്പൊ 1 3 അപ്പൊ -1 റേസ് ടു 1 പ്ലസ് 3 into determinant of the remaining, eliminating the column and the row. അപ്പൊ മൂന്നാണെങ്കിൽ ആ റോയും ആ കോളം കൂടി എലിമിനേറ്റ് ചെയ്യുന്ന ബാക്കി വരുന്നത് 4 5 7 8 4 5 7 8 അതിന്റെ വാല്യൂ ആണ്. ഇങ്ങനെ കാണാം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് റോ ആണെങ്കിൽ ആദ്യത്തെ വാല്യൂ 1 ഇൻടു -1 റേസ് ടു 2 ആണ്. -1 റേസ് ടു -1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 ഇൻടു 1 5 into 9 6 into 8 ഡയഗണൽ എലിമെന്റ്സിനെ മൾട്ടിപ്പിൾ ചെയ്യാം. 5 into 9 minus 6 into 8 അതിന്റെ വ്യത്യാസമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ എലിമെന്റ്സ്. പിന്നെ രണ്ടാമത്തെ വാല്യൂ 2 into -1 raised to 1 plus 2 1 plus 2 3 -1 raised to 3 -1 2 into -1 -2 ബാക്കി വരുന്ന എലിമെന്റ്സിന്റെ ഡിറ്റർമിനന്റ് 4 6 7 9 ന്റെ ഡിറ്റർമിനന്റ് ഡയഗണൽ എലിമെന്റ്സിന്റെ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രൊഡക്റ്റിന്റെ ഡിഫറൻസ് 4 into 9 minus 6 into 7 പ്ലസ് മൂന്നാമത്തെ വാല്യൂ 3 into -1 raised to 1 plus 3 1 plus 3 4 ആണ്. -1 raised to 4 1 ആണ്. 3 into 1 plus 3 ആണ്. ഇവിടെ നേരത്തെ -2 കിട്ടിയത് -1 raised to 1 plus 2 -1 raised to 3 ആണ്. -1 raised to 3 അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ. ഓക്കെ 4 5 7 8 ന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാ? 4 5 7 8 ന്റെ ഡയഗണൽ എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ ഡിഫറൻസ് ആണ് 4 into 8 minus 5 into 7. സോ ആൻസർ വരുന്നത് 1 into 45 minus 48 minus 3 minus 2 into 36 minus 35 36 minus 42 minus 6 4 into 8 32 minus 35 minus 3 മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം അല്ലേ? മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരുന്നത് 1 into -3 -3 -2 into -6 plus 12 3 into -3 -9 -3 plus -3 -9 -12 plus 12 0. ഇതേപോലെ സിമിലർലി രണ്ടാമത്തെ റോവിനെ ഉപയോഗിച്ച് വേണമെങ്കിൽ കാണാം. രണ്ടാമത്തെ റോ ഉപയോഗിച്ച് കാണുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ട്. സിമിലർലി രണ്ടാമത്തെ റോ ഉപയോഗിച്ച് ചെയ്യുന്നത് ഇവിടെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ചെയ്യുന്നത്? രണ്ടാമത്തെ റോ 4 5 6 ആണ് അല്ലെ? അപ്പൊ 4 into എങ്ങനെ വരും? 4 into ബാക്കി വരുന്ന ആ റോയും കോളം ഒഴിവാക്കി ബാക്കി വരുന്ന എലിമെന്റ്സ് അല്ലെ? അതാണ് നോക്കേണ്ടത്. അപ്പൊ 4 into അതിന്റെ സൈൻ അറിയാനായിട്ട് -1 റേസ് ടു 4 എവിടെയാണുള്ളത്? രണ്ടാമത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിൽ. അപ്പൊ 2 ഉം 1 ഉം ആണ്. അപ്പൊ 4 into -1 റേസ് ടു 2 plus 1 അതും വേണമെങ്കിൽ ഗ്രീൻ ഇങ്ക് കൊണ്ട് ഞാൻ റെക്ടാംഗിൾ ചെയ്ത് കാണിക്കാം. 4 into -1 റേസ് ടു 2 plus 1 into ഡിറ്റർമിനന്റ് ഓഫ് 4 ഒഴികെ ആ കോളയും റോയും ഒഴികെ ബാക്കി വരുന്ന എലിമെന്റ്സിന്റെ ഡിറ്റർമിനന്റ്. ഇപ്പൊ 4 ആണെങ്കിൽ ആ 4 വരുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 2 3 8 9 2 3 8 9 പ്ലസ് രണ്ടാമത്തെ വരുന്ന ഏതാ? 5 ആണ്. ആ 5 വരുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ് 5 ഒഴിവാക്കി കഴിഞ്ഞാൽ 1 3 7 9 1 3 7 9 അതിന്റെ സൈൻ അറിയാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം? 5 into -1 റേസ് ടു 5 എവിടെയാ വരുന്നത്? രണ്ടാമത്തെ കോളം രണ്ടാമത്തെ റോ. അപ്പൊ 2 2 അല്ലെ? iയും 2 jയും 2. അപ്പൊ 2 plus 2 i raised -1 raised to 2 plus 2. മൂന്നാമത്തെ വാല്യൂ 6 ആണ്. ഈ 6 വരുന്ന റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1 2 7 8 1 2 7 8 അതിന്റെ ഡിറ്റർമിനന്റ് അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻസ് കാണാം. സൈൻ അറിയാൻ വേണ്ടിയിട്ട് -1 റേസ് ടു എവിടെയാ വരുന്നത്? 6 രണ്ടാമത്തെ റോയില് മൂന്നാമത്തെ കോളത്തിലാണ്. അപ്പൊ 2 plus 3 i equal to 2 j equal to 3 അപ്പൊ 2 plus 3 i plus j 5 ആണ് വരുന്നത് അല്ലേ?
എന്നുവെച്ചാൽ I equal to 3, I equal to 2, J equal to 3. I equal to 2, J equal to 2. രണ്ട് രീതിയിൽ എഴുതിയാലും ആൻസർ സെയിം ആണ്. I equal to 2, J equal to 3. 2 plus 3. ഇവിടെ 2 plus 2. റോവിന്റെ എണ്ണം, കോളത്തിന്റെ I equal to 2, J equal to 3. I plus J, 2 plus 3. ഇനി മൾട്ടിപ്പിൾ ചെയ്യാം. 4 into minus 1 raised to 3 minus 1. 4 into minus 1 minus 4. ഇനി ഡിറ്റർമിൻ കാണാം. 2 into 9, 3 into 8. 18 minus 24. 18 minus 24. 18 minus 24. Minus 6. Minus 6 into ഇവിടെ വന്നിട്ടുള്ളത് minus 1 raised to 3 ആയതുകൊണ്ട് മൈനസ് ആണ്, minus 4 ആണ്. അപ്പം മൈനസ് അല്ലേ, minus 4 എത്ര വാല്യൂ വരണം? 4 അല്ലേ വന്നിട്ടുള്ളത്. 4 raised to 4 into minus 1 raised to 3. 2, 3, 8, 9. 2 into 9, 18. 8 into 3, 8 into 3, 24. 24 into 4, 24 into okay. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ 4 into minus 1, 18 minus 24, minus 6, minus 6 into minus 4, minus 6 into minus 4, 24. 5 into 9 minus 21, 9 minus 21 എന്ന് പറയുന്നത് 12, 12 into 5, 60, minus 60, minus 6 into minus 6, 36, minus 6 into അല്ലേ, ഇവിടെ വരുന്നത് ഈ വാല്യൂ വരുന്നത് പ്ലസ് ആണ്. മൈനസ് 6 ഇൻറ്റു മൈനസ് 6 പ്ലസ് 36, പ്ലസ് 36 വരുമ്പോൾ ടോട്ടൽ 24 പ്ലസ് 36 60, 60 മൈനസ് 60 വാല്യൂ ഈസ് 0. ഓക്കെ, അപ്പൊ ഡിറ്റർമിൻ കാണുമ്പോൾ എന്ത് ചെയ്യാം? രണ്ടാമത്തെ റോ വേണം ഉപയോഗിക്കാം. ഇനി വേണമെങ്കിൽ മൂന്നാമത്തെ റോ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഒന്നാമത്തെ കോളം ഉപയോഗിച്ചിട്ട്, രണ്ടാമത്തെ കോളം ഉപയോഗിച്ചിട്ട്, മൂന്നാമത്തെ കോളം ഉപയോഗിച്ചിട്ട്, ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിറ്റർമിനന്റ് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ ഒന്നുകൂടി ഞാൻ പറയാം. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ ആണ് ഉപയോഗിച്ചിട്ടുള്ളെങ്കിൽ ആദ്യത്തെ വാല്യൂ ഇൻറ്റു അതിന്റെ പൊസിഷൻ ഡിനോട്ട് ചെയ്യുന്ന I, J, I plus J എടുക്കുക. അതേപോലെ രണ്ടാമത്തെ വാല്യൂ ഇൻറ്റു മൈനസ് 1 റേസ് ടു I plus J എടുക്കുക. മൂന്നാമത്തെ വാല്യൂ ആണെങ്കിൽ മൂന്നാമത്തെ വാല്യൂവിന്റെ പൊസിഷൻ ഡിനോട്ട് ചെയ്യുന്ന മൈനസ് 1 റേസ് ടു I plus J എടുക്കുക. അവിടെയാണ് സൈൻ കൺസിഡർ ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് വാല്യൂ ആണ് എടുത്തതെങ്കിൽ ആ റോയും ആ കോളവും ഒഴിവാക്കിയിട്ട് വരുന്ന മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക. അത് 5, 6, 8, 9 ആണ്. 5, 6, 8, 9 ആണ്. ഡിറ്റർമിനന്റ് കാണുക എന്ന് പറയുന്നത് ആ ഡയഗണൽ എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ വ്യത്യാസം കാണാം. രണ്ടാമത്തത് 2 ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ 2 വരുന്ന റോയും കോളം ഒഴിവാക്കുക. അപ്പോൾ 4, 6, 7, 9, 4, 6, 7, 9 ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാം. അതേപോലെ മൂന്നാമത്തെ വാല്യൂ 3 ആണെങ്കിൽ അത് ഒഴിവാക്കുക, ആ റോയും ആ കോളും ഒഴിവാക്കുക. എന്നിട്ട് 4, 5, 7, 8, 4, 5, 7, 8 അത് റിസൾട്ട് ചെയ്യുന്ന വാല്യൂ, ആ സ്കാലാർ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഡിറ്റർമിനന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഡിറ്റർമിനന്റ്, അതേപോലെ നെക്സ്റ്റ് മൈനർ, നെക്സ്റ്റ് കോഫാക്ടർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷനിൽ ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ്. ഇപ്പൊ ഇവിടെ മൈനർ എന്ന് പറയുന്നത് MIJ, ith റോ jth കോളത്തിൽ വരുന്ന ആ വാല്യൂവിന്റെ മൈനർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, മൈനർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് സ്ക്വയർ സബ് മെട്രിക്സ് ഓഫ് എ. മൈനർ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. എന്താണ്? ഇറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദ സ്ക്വയർ സബ് മെട്രിക്സ് ഓഫ് എ. ഓക്കെ, കോഫാക്ടർ എന്ന് പറയുന്നത് ഇഫ് എ എന്ന് പറയുന്നത് IJ ഇങ്ങനെ ഒരു മെട്രിക്സ് ഡിനോട്ട് ചെയ്തു കഴിഞ്ഞാൽ ദ കോഫാക്ടർ ഓഫ് ദ എലിമെന്റ് AIJ ഈസ് എ സ്കാലാർ obtained by multiplying minus 1 raised to I plus J and the minor obtained by deleting the ith row and jth column. എങ്ങനെയാണ്? deleting the ith row and jth column, നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ. ഓക്കെ, jth column, that is cofactor CIJ എന്നാണ് കോഫാക്ടറിനെ, ith റോയിന്റെ jth കോളത്തിന്റെ കോഫാക്ടർ, കറസ്പോണ്ടിങ് എലിമെന്റിന്റെ കോഫാക്ടറിനെ CIJ എന്നാണ് എഴുതുന്നതെങ്കിൽ ഇറ്റ് ഈസ് -1 raised to I plus J MIJ.
ഇതെവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇവിടെ ചെയ്തിട്ടുള്ള ഏകദേശം ഇതേ പരിപാടി കോഫാക്ടർ ആണ് കണ്ടിട്ടുള്ളത് അല്ലേ? അതിന്റെ മൈനർ എങ്ങനെയാ? സബ് മെട്രിക്സ്. ആ സബ് മെട്രിക്സ് ഞാൻ എന്ത് പറഞ്ഞിട്ടുള്ളത്? മൈനർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ മൈനറിനെ -1/i+j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1/i+j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? കോഫാക്ടർ എന്ന് പറയും. അപ്പൊ ഡിറ്റർമിനന്റ് കാണാൻ ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? നമ്മളിപ്പോ ഡിറ്റർമിനന്റ് കാണാനുള്ള പ്രൊസീജിയർ പഠിച്ചു. ആ പ്രൊസീജിയറിൽ ആദ്യം വരുന്ന 1 ആണ് എടുത്തിട്ടുള്ളെങ്കിൽ ആ 1 ഒഴിവാക്കിയിട്ട് വരുന്ന സബ് സ്ക്വയർ മാട്രിക്സ് 5, 6, 8, 9 ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ആ സ്ക്വയർ മാട്രിക്സ് അല്ലേ? ആ സ്ക്വയർ മാട്രിക്സിന്റെ എന്താണ്? മൈനർ ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദാറ്റ് സ്ക്വയർ മാട്രിക്സ്. ഓക്കെ, മൈനർ എന്ന് പറയുന്നത്. ആ മൈനറിനെ -1/i+j കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് കാണാനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ ഈസി ആയിട്ട് പറയാം. ഇങ്ങനെ പറയാം, ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. Cij എന്ന് പറയുന്നത് കോഫാക്ടർ ആണെങ്കിൽ ജനറൽ ആയിട്ട് A എന്ന് പറയുന്നത് A11, A12, A13, A21, A22, A23, A31, A32, A33 എന്ന് ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ M21 എന്ന് പറയുന്നത് ഇപ്പൊ മൈനർ, ഒരു എക്സാമ്പിൾ ആയിട്ട് മൈനർ ഓഫ് 21 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ എന്ന് വെച്ചാൽ A21ന്റെ ഈ പറഞ്ഞിട്ടുള്ള A21ന്റെ മൈനർ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എഴുതാം? M21 എന്ന് എഴുതാം. M21 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ റോയും ആ കോളവും ഒഴിവാക്കിയാൽ A21 വരുന്ന റോയും A21 വരുന്ന കോളവും ഒഴിവാക്കിയാൽ കിട്ടുന്ന സബ് മെട്രിക്സിന്റെ എന്ന് വെച്ചാൽ കിട്ടുന്ന സബ് മെട്രിക്സ് എങ്ങനെ കിട്ടാം? A12, A13, A32, A33 ഈ സബ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. ഈ സബ് മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ആ സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ അതിന്റെ ഡയഗണൽ എലിമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കാണാം. അപ്പൊ ഇവിടെ വരുന്നത് A12 into A33 മൈനസ് A13 into A32 കണ്ടാൽ നമുക്ക് അതിന്റെ M21 മൈനർ കണ്ടുപിടിക്കാം. ക്ലിയർ ആണ്? കോഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ കൂടെ എന്തുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം? ഈ A21ന്റെ കോഫാക്ടർ കാണണമെങ്കിൽ ആ കോഫാക്ടർ നമുക്ക് C21 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ആ C21 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? C21 -1/2 + 1 -1/i+j ഏത് എലിമെന്റിന്റെ കോഫാക്ടർ ആണോ ആ കറസ്പോണ്ടിങ് എലിമെന്റിലെ i+j സൈൻ കിട്ടാനായിട്ട് -1 കൊണ്ട് അതിന്റെ ഡിഗ്രി കാണാം. -1/2 + 1 into എങ്ങനെ വരും? റിമൈനിങ് എലിമെന്റ്സിന്റെ ഡിറ്റർമിനന്റ്. റിമൈനിങ് എലിമെന്റ്സ് എന്ന് പറയുന്നത് ഏതാ? 21 ആണ് ഒഴിവാക്കിയത്. റിമൈനിങ് A12, A13, A32, A33 അതിന്റെ ഡിറ്റർമിനന്റ്. അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ കോഫാക്ടർ കിട്ടും. ക്ലിയർ ആണല്ലോ?